ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ലീഡർ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ BJP പാളയത്തിൽ ചേക്കേറിയത് കോൺഗ്രസിന് വലിയ ക്ഷീണമായി. BJPയെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ തന്നെ ഉയർത്തിക്കാട്ടാവുന്ന ഒരു രാഷ്ട്രീയ വിജയമാണിത്. അതൃപ്തരായ നേതാക്കൾ BJPയിലേക്ക് ചേക്കേറുന്നത് കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യമായി തന്നെ BJP ഉയർത്തിക്കാട്ടും. അതിനിടെ പത്മജയ്ക്ക് പിന്നാലെ കോൺഗ്രസിൽ അതൃപ്തരായ മറ്റു പല നേതാക്കളും BJP ചർച്ചകൾ നടത്തിയതായാണ് വിവരം. അവരിൽ പലരും പകുതി സമ്മതം അറിയിച്ചതായും സൂചനയുണ്ട്. കേരളത്തിലെ കോൺഗ്രസിലെ പ്രബലനായ നേതാവിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമായ എതിർപ്പുകൾ ഉയർന്നിരുന്നു. അദ്ദേഹത്തിനെതിരെ ഹൈക്കമാൻഡിന് മുന്നിൽ പരാതികളും എത്തി. ഇതേ തുടർന്ന് ഹൈക്കമാൻഡ് ആ നേതാവിനെ ഡൽഹിക്ക് വിളിപ്പിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു. ഈ കോൺഗ്രസ് നേതാവ് BJP ലൈൻ സ്വീകരിക്കുന്നുവെന്നും അദ്ദേഹം പാർട്ടി വിടുമെന്നുമായിരുന്നു ഹൈക്കമാൻഡിന് ലഭിച്ച പരാതി. ഇതേക്കുറിച്ചുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് അദ്ദേഹത്തിൽ നിന്ന് തന്നെ വിശദീകരണം ചോദിച്ചിരുന്നു. എന്നാൽ തനിക്കെതിരെ പാർട്ടി നടപടിയെടുക്കുകയാണെങ്കിൽ താൻ BJPയിലേക്ക് പോകുമെന്ന ഭീഷണിയായിരുന്നു നേതാവ് ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചത്. ഇതോടെ കോൺഗ്രസ് നേതൃത്വം വെട്ടിലായി. ഒടുവിൽ പരാതി നൽകിയവരെ അനുനയിപ്പിക്കാനുള്ള നീക്കവും നടന്നു. എന്നാൽ കോൺഗ്രസിലെ ഈ പ്രബലനായ നേതാവുമായും BJP ചർച്ചകൾ നടത്തി. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ താൻ ഒരു തീരുമാനവും എടുക്കുന്നില്ലെന്നായിരുന്നു ഈ പ്രബലനായ നേതാവ് BJPക്ക് നൽകിയ മറുപടി. എന്നാൽ ഈ നേതാവ് പകുതി സമ്മതം അറിയിച്ചെന്നായിരുന്നു BJP നേതൃത്വം പ്രചരിപ്പിച്ചത്. പത്മജയും കോൺഗ്രസിലെ പ്രബല നേതാവും BJPയിലേക്ക് പോകുമെന്ന തരത്തിലുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തുവന്നു. ഇത് മനസ്സിലാക്കി തലസ്ഥാനത്തെ പ്രമുഖ നേതാവും BJP പാളയത്തിലേക്ക് പോകാൻ സമ്മതം അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല കോൺഗ്രസിൽ വേണ്ടത്ര പരിഗണന ലഭിച്ചില്ലെന്ന് പറഞ്ഞ് പാർട്ടി വിട്ടു മാറി നിൽക്കുന്നവരെയും BJPയിലേക്ക് എത്തിക്കും. ഇതിനായുള്ള പ്രാഥമിക ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞു. ഇതിൽ ഒരു പ്രമുഖ വനിതാ നേതാവും ഉൾപ്പെടും. പല തിരഞ്ഞെടുപ്പുകളിലും തന്നെ തഴഞ്ഞെന്നും സീറ്റ് നൽകിയപ്പോൾ പാർട്ടി കാലുവാരിയെന്നുമാണ് ഈ വനിതാ നേതാവിന്റെ പരാതി. പലതവണ ഇക്കാര്യം പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്തെങ്കിലും നേതാക്കൾ അതേക്കുറിച്ച് പരിശോധിക്കുകയോ പരിഹാരം കാണുകയോ ചെയ്തിട്ടില്ലെന്നാണ് ഈ വനിതാ നേതാവ് പറയുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ BJP ലക്ഷ്യമിടുന്നത്. അതിനാൽ BJPയിലേക്ക് വരാൻ സമ്മതമറിയിച്ച എല്ലാവരെയും പൊടുന്നനെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കേണ്ടെന്നാണ് കേന്ദ്ര നേതാക്കളുടെ തീരുമാനം. നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഈ തന്ത്രമാകും BJP സ്വീകരിക്കുക. അതേസമയം പത്മജയെ BJPയിൽ എത്തിച്ചതിന് പിന്നിൽ സുരേഷ് ഗോപിയാണെന്നുള്ള വിവരവും പുറത്തുവരുന്നുണ്ട്. തങ്ങളെ അറിയിക്കാതെ BJP കേന്ദ്ര നേതൃത്വവും സുരേഷ് ഗോപിയും ചേർന്ന് നടത്തിയ ഓപ്പറേഷനിൽ സംസ്ഥാന BJP നേതാക്കൾ നീരസം അറിയിച്ചിട്ടുണ്ട്. ഇതൊന്നും വകവയ്ക്കേണ്ടതില്ലെന്നും ഇപ്പോൾ സ്വീകരിച്ച നിലപാടുമായി സംസ്ഥാന നേതാക്കൾ ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്നുമാണ് കേന്ദ്ര നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇതുവരെ എത്തിയിട്ടില്ലെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുപ്പിച്ചടുപ്പിച്ച് കേരളത്തിൽ നിരവധി പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഇതൊക്കെ BJPയുടെ പ്രചരണ തന്ത്രങ്ങളെന്നായിരുന്നു പുറത്തുവന്ന വാർത്തകൾ. എന്നാൽ ഓരോ വരവിലും പ്രധാനമന്ത്രിക്ക് ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചതും സുരേഷ് ഗോപിയും കേരളത്തിന്റെ BJPയുടെ ചുമതലയുള്ള കേന്ദ്ര നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായിരുന്നു. കോൺഗ്രസിനൊപ്പം നിന്നപ്പോൾ താൻ നേരിട്ട അവഗണനയും അടിച്ചമർത്തലും പത്മജ അടുത്ത ചില സുഹൃത്തുക്കളുമായി പങ്കുവച്ചിരുന്നു. ഈ വിവരം സുരേഷ് ഗോപിയും അറിഞ്ഞു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി നേരത്തെ തന്നെ സീറ്റ് ഉറപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി അനൌദ്യോഗികമായി തന്നെ പത്മജയുമായി സുരേഷ് ഗോപി ചർച്ചകൾ നടത്തിയിരുന്നു. ആദ്യമൊക്കെ വിമുഖത അറിയിച്ച പത്മജ പതിയെ BJPയുമായി അടുക്കാൻ തുടങ്ങി. എന്നാൽ സംസ്ഥാന നേതാക്കളുടെ ഉറപ്പല്ല തനിക്ക് വേണ്ടതെന്നും അമിത്ഷായോ പ്രധാനമന്ത്രിയോ ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയാൽ ആലോചിക്കാമെന്നായിരുന്നു പത്മജ സുരേഷ് ഗോപിയോട് പറഞ്ഞിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നേരിട്ട് ഇക്കാര്യം വിശദീകരിച്ചു. കേരളത്തിലെ പത്മജയുടെ രാഷ്ട്രീയ പശ്ചാത്തലം മുഴുവൻ സുരേഷ് ഗോപി മോദിയെ ധരിപ്പിച്ചു. ഇത് മനസ്സിലാക്കിയ മോദി കേരളത്തിൽ എത്തിയപ്പോൾ തന്നെ പത്മജയുമായി സംസാരിച്ചതായാണ് സൂചന. ഇക്കാര്യങ്ങളൊന്നും കേരളത്തിലെ BJP നേതാക്കളായ V മുരളീധരനോ K സുരേന്ദ്രനോ അറിഞ്ഞതേയില്ല. കേരളത്തിന്റെ ചുമതലയുള്ള BJP ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കറിലൂടെയായിരുന്നു സുരേഷ് ഗോപിയുടെ പിന്നീടുള്ള നീക്കങ്ങളെല്ലാം.